നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ജ്യോതിഷ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ദേവഗുരുവായ വ്യാഴം തന്റെ സഞ്ചാരപാതയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ നിർണായകമാണ്. 2026 മാർച്ച് മാസം 11 തീയതി ജ്യോതിഷ സംബന്ധമായി വളരെ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നിലവിൽ മിഥുനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴ ഭഗവാൻ അന്ന് തന്റെ വക്രഗതി അവസാനിപ്പിച്ച് നേർരേഖയിലുള്ള സഞ്ചാരം അഥവാ നേർഗതി ആരംഭിക്കുകയാണ്. ഇടവൻ രാശിയിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാരണം ഇടവൻ രാശിയുടെ 2ാം ഭാവമായ മിഥുനത്തിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങളും കാലതാമസങ്ങളും മാറാൻ പോകുന്ന ഒരു സമയമാണിത്. ഈ മാറ്റം നിങ്ങളുടെ ആത്മവിശ്വാസം, തൊഴിൽ, സാമ്പത്തികം, കുടുംബം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. വ്യാഴഭഗവാൻ നേർരേഖയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നതോടെ ഇടവൻ രാശിക്കാരുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ കുറെ നാളുകളായി നിങ്ങളുടെ മനസ്സിൽ ഒരുതരം ഭാരമോ എപ്പോഴും ഒരു മടുപ്പോ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. എന്ത് ചെയ്യണം, ഏത് വഴിക്ക് പോകണം എന്നറിയാത്ത ഒരുതരം ആശയക്കുഴപ്പം നിങ്ങളെ വിടാതെ പിന്തുടർന്നിരിക്കാം. എന്നാൽ മാർച്ച് 11 മുതൽ ഈ അവസ്ഥയ്ക്ക് വലിയ മാറ്റം വരികയാണ്. രാവിലെ ഉണരുമ്പോൾ തന്നെ പുതിയൊരു ഊർജവും ഉന്മേഷവും നിങ്ങൾക്ക് അനുഭവപ്പെടും. പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ നിങ്ങൾ പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. ഇത് ചെയ്താൽ ശരിയാകുമോ എന്ന പേടി കാരണം പല നല്ല അവസരങ്ങളും നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകും. എന്നാൽ വ്യാഴത്തിന്റെ ഈ മാറ്റത്തോടെ നിങ്ങളുടെ ചിന്താഗതി മാറും. വളരെ കൃത്യമായും വേഗത്തിലും തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള മനക്കരുത്തും നിങ്ങൾക്ക് ലഭിക്കും. വ്യാഴം വക്രഗതിയിലായിരുന്ന സമയത്ത് നിങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും പാതി വഴിയിൽ മുടങ്ങിപ്പോയിട്ടുണ്ടാകാം. വലിയ ആവേശത്തോടെ തുടങ്ങിയ പല പ്രൊജക്ടുകളും എങ്ങും എത്താതെ നിന്ന അവസ്ഥയുണ്ടാകാം. എന്നാൽ ഇനി അങ്ങനെയല്ല. മുടങ്ങിക്കിടന്ന ആ കാര്യങ്ങളെല്ലാം പുനരാരംഭിക്കാനുള്ള വഴി തെളിയും. ഓരോ തടസ്സങ്ങളെയും എങ്ങനെ മറികടക്കണമെന്ന ബുദ്ധിശക്തി ദേവഗുരു നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവിനെ നിങ്ങൾ തന്നെ തിരിച്ചറിയുന്ന സമയമാണിത്. മറ്റുള്ളവർക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല എന്ന പോസിറ്റീവ് ചിന്ത നിങ്ങളെ നയിക്കും. ഭയത്തെ പടിക്ക് പുറത്താക്കി പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകും. മുമ്പ് പരാജയപ്പെടുമെന്ന് കരുതി മാറി നിന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ചെയ്തു തീർക്കും. സമൂഹത്തിലോ ജോലിസ്ഥലത്തോ നിങ്ങളുടെ വാക്കുകൾക്ക് മുൻപത്തേക്കാൾ വലിയ വില ലഭിക്കും. നിങ്ങളുടെ സംസാരത്തിൽ ഒരു പ്രത്യേക ആകർഷണ ശക്തിയും വ്യക്തതയും വരും. മറ്റുള്ളവരോട് സംസാരിക്കാൻ മടിയുള്ളവരോ അല്ലെങ്കിൽ സദസ്സുകളിൽ സ്വന്തം അഭിപ്രായം പറയാൻ പേടിയുള്ളവരോ ആയ ഇടവൻ രാശിക്കാർക്ക് ഈ സമയം വലിയ അനുഗ്രഹമാണ്. ആ മടിയും പേടിയും മാറി നിങ്ങൾ മുന്നോട്ട് വരും. സ്വന്തം നിലപാടുകൾ ആരുടെയും മുന്നിൽ ആർജവത്തോടെ പറയാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു പുതിയ തിളക്കം ലഭിക്കുന്ന കാലഘട്ടമാണിത്. ചുരുക്കത്തിൽ നിങ്ങളെ മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ തളച്ചിട്ടിരുന്ന മാനസികമായ എല്ലാ തടസ്സങ്ങളും അല്ലെങ്കിൽ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങൾ കുതിച്ചുയരുന്ന ഒരു സമയമായിരിക്കുമിത്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്നത് നിങ്ങളുടെ കർമ്മമണ്ഡലത്തിലാണ്. ജ്യോതിഷപരമായി പറഞ്ഞാൽ ധനഭാവമായ 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ 10ാം ഭാവമായ കർമ്മഭാവത്തെയാണ് നോക്കുന്നത്. ഇതിന്റെ ഫലമായി നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. ജോലി ചെയ്യുന്നവർക്ക് ഇത് അതിശയിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഓഫീസിലോ ജോലി സ്ഥലത്തോ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും അതിനുള്ള അംഗീകാരം ലഭിക്കുന്നില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. പലപ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് മറ്റാരെങ്കിലും കൊണ്ടുപോകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ മാർച്ച് 11 ശേഷം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിങ്ങളെ ഇതുവരെ അവഗണിച്ചിരുന്ന സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയും.
നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഓഫീസിൽ വലിയ പ്രാധാന്യം ലഭിക്കും. സ്ഥാനക്കയറ്റത്തിന് അർഹതയുണ്ടായിട്ടും അത് വൈകിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും. ശമ്പള വർധനവിനോ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കോ കാത്തിരിക്കുന്നവർക്കും ഈ സമയം ശുഭകരമാണ്. സ്വന്തം നാട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കോ ഒരു ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. മേലുദ്യോഗസ്ഥർ നിങ്ങളോട് വളരെ സഹകരണത്തോടെയായിരിക്കും പെരുമാറുക. നിങ്ങളൊരു ചെറിയ കച്ചവടം നടത്തുന്നവരായാലും വലിയൊരു ബിസിനസ് സാമ്രാജ്യം നയിക്കുന്നവരായാലും ഈ വ്യാഴത്തിന്റെ നേർഗതി നിങ്ങൾക്ക് സുവർണകാലം തന്നെയാണ് സമ്മാനിക്കുന്നത്. ബിസിനസ്സിൽ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ മാറി പെട്ടെന്നൊരു കുതിച്ചുചാട്ടം അനുഭവപ്പെടും. പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്താനും വിപണിയിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും സാധിക്കും. ബിസിനസ് വിപുലീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനോ പുതിയ പങ്കാളികളെ ചേർക്കാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കും. കയറ്റുമതി ഇറക്കുമതി മേഖലയിലുള്ളവർക്കും വിദേശ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും പ്രതീക്ഷിക്കാത്ത വലിയ ലാഭം ഈ സമയത്ത് ലഭിക്കും. തടസ്സപ്പെട്ട് കിടന്ന കരാറുകൾ ഒപ്പിടാൻ സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലി തേടിക്കൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ നിലവിലെ ജോലി മടുത്ത് പുതിയൊരു മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും ഈ സമയം വലിയ ആശ്വാസം നൽകും. നിങ്ങളുടെ യോഗ്യതയ്ക്കും കഴിവിനും അനുയോജ്യമായ ജോലി ലഭിക്കുന്നില്ല എന്ന വിഷമം ഇനി വേണ്ട. വളരെ നല്ല കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂ കോളുകൾ വരും. മുൻപ് പല ഇന്റർവ്യൂകളിലും പങ്കെടുത്തപ്പോഴും ആത്മവിശ്വാസക്കുറവ് കാരണം പരാജയപ്പെട്ടവർക്ക് ഇനിയുള്ള അവസരങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളുടെ സംസാര ശൈലിയും പെരുമാറ്റവും ഇന്റർവ്യൂ ബോർഡിനെ ആകർഷിക്കും. താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ചവർക്ക് അത് സ്ഥിരമാകാനുള്ള സാധ്യതകളും ഈ കാലയളവിൽ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ തൊഴിൽ രംഗത്ത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും തടസ്സങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഒരു പുതിയ തുടക്കം കുറിക്കാൻ ദേവഗുരു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ അധ്വാനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന സംതൃപ്തി നിറഞ്ഞ നാളുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. വ്യാഴം നേർഗതിയിലാകുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കുറെ കാലമായി ആർക്കെങ്കിലും കടം കൊടുത്ത പണമോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ലഭിക്കേണ്ട ബാക്കി തുകയോ ലഭിക്കാതെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകാം. ഇനി ആ പണം തിരിച്ചു കിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച പല സ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായി പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. ഇൻഷുറൻസ് തുകകളോ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭമോ ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തും. വായ്പകളും കടങ്ങളും കാരണം ഉറക്കം നഷ്ടപ്പെട്ടിരുന്നവർക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന സമയമാണിത്. വരുമാനത്തിൽ വർധനവുണ്ടാകുന്നത് വഴി പഴയ കടങ്ങൾ വീട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. വലിയ പലിശയുള്ള കടങ്ങൾ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ലോണുകൾ ക്ലോസ് ചെയ്യാനോ ഉള്ള അവസരങ്ങൾ ഈ കാലയളവിൽ തെളിഞ്ഞു വരും. ലോട്ടറി, ഓഹരി വിപണി, ചിട്ടികൾ തുടങ്ങിയ മേഖലകളിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ഈ സമയം അനുകൂലമായിരിക്കും. ഭാഗ്യദേവത നിങ്ങളെ തുണയ്ക്കുന്ന അവസ്ഥയുണ്ടാകും. എങ്കിലും ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാഴം ഭാഗ്യം നൽകുമെങ്കിലും എടുത്തുചാടി വലിയ തുകകൾ ഒരുമിച്ച് നിക്ഷേപിക്കരുത്. വിവേകത്തോടെയും കൃത്യമായ അറിവോടെയും മാത്രം മുന്നോട്ടു പോവുക. പണം വരുന്നുണ്ടെങ്കിലും അതെങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ പലപ്പോഴും ഇടവൻ രാശിക്കാർക്കുണ്ടാകാറുണ്ട്. എന്നാൽ മാർച്ച് 11 മുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അനാവശ്യമായി പണം ചോരുന്നത് നിലക്കും. അനാവശ്യമായ ആഡംബരങ്ങൾക്കോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിനോ ഉള്ള പ്രവണത കുറയും. പകരം പണം സൂക്ഷിച്ചു വെക്കുവാനും കൃത്യമായി സേവ് ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. കുടുംബസ്വത്തിനെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അവ കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഈ സമയം സാധിക്കും. നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്വത്തോ ഭൂമിയോ ഈ കാലയളവിൽ നിങ്ങളുടെ ഉടമസ്ഥതയിലാകും. വീട് പണി പാതി വഴിയിൽ തടസ്സപ്പെട്ടവർക്ക് അത് പൂർത്തിയാക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കും. പുതിയ വീട് വാങ്ങാനോ ഫ്ളാറ്റ് സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള കൃത്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഈ സമയത്ത് കണ്ടെത്താൻ സാധിക്കും. പണം എങ്ങനെ വിനിയോഗിക്കണമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വലിയൊരു തിരിച്ചറിവുണ്ടാകും. ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കുകയും അതിനായി പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ കൂടുതൽ മിടുക്കരാകുന്ന ഒരു കാലഘട്ടമാണിത്.
നമുക്കെല്ലാവർക്കും അറിയാം, പുറത്ത് എത്ര വലിയ വിജയം നേടിയാലും നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ അത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുമെന്ന്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചു നാളുകളായി കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളോ പിണക്കങ്ങളോ നിലനിന്നിരുന്നുവെങ്കിൽ അവയ്ക്കെല്ലാം ഈ മാറ്റത്തിലൂടെ പരിഹാരമാകും. കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന നിസ്സാരമായ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മാർച്ച് 11 മുതൽ പതുക്കെ അപ്രത്യക്ഷമാകും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എല്ലാവരിലും ഉണ്ടാകും. മുമ്പ് നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്നവർ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹവും സത്യസന്ധതയും മനസ്സിലാക്കാൻ തുടങ്ങും. വീടിനുള്ളിലെ അന്തരീക്ഷം കൂടുതൽ സന്തോഷകരവും ഉന്മേഷദായകവുമായി മാറും. വിവാഹിതരായ വ്യക്തികളെ സംബന്ധിച്ച് പങ്കാളികളുമായി ഉണ്ടായിരുന്ന അകൽച്ചയോ ആശയവിനിമയത്തിലെ കുറവോ പരിഹരിക്കപ്പെടും. നിങ്ങൾക്കിടയിൽ പുതിയൊരു വിശ്വാസവും സ്നേഹവും രൂപപ്പെടും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായോ മാനസികമായോ വലിയൊരു പിന്തുണ ഈ കാലയളവിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുട്ടികളുടെ കാര്യത്തിൽ വലിയ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടയുണ്ട്. സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ദൈവാനുഗ്രഹത്താൽ അതിനുള്ള വഴികൾ തെളിയും. മക്കളുടെ പഠനം, ജോലി എന്നിവയിൽ വലിയ പുരോഗതിയുണ്ടാകും. മക്കളുടെ വിവാഹാലോചനകൾ തടസ്സപ്പെട്ടിരുന്നവർക്ക് അനുയോജ്യമായ ആലോചനകൾ വരാനും അത് ഉറപ്പിക്കാനും ഈ സമയം വളരെ നല്ലതാണ്. അകന്നുപോയ ബന്ധുക്കൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണിത്. പഴയ പിണക്കങ്ങൾ മറന്ന് ഒരുമിക്കാൻ ഈ സാഹചര്യം സഹായിക്കും. കുടുംബയോഗങ്ങളിലോ ഒത്തുചേരലുകളിലോ നിങ്ങൾ സജീവമായി പങ്കെടുക്കും. സമൂഹത്തിൽ നിങ്ങളുടെ കുടുംബത്തിനുള്ള അന്തസ്സും ആദരവും വർദ്ധിക്കും. നിങ്ങളുടെ വീട്ടിൽ ശുഭകരമായ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അതൊരു വിവാഹമാകാം, വീട് കൂടൽ ചടങ്ങാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ നാമകരണം പോലുള്ള വിശേഷങ്ങളാകാം. ചുരുക്കത്തിൽ സന്തോഷം തരുന്ന അതിഥികളും ആഘോഷങ്ങളും നിങ്ങളുടെ വീട്ടിലുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന ഇടവൻ രാശിക്കാരായ യുവതീ യുവാക്കൾക്ക് ഇത് സുവർണകാലമാണ്. വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ ഈ സമയത്ത് കണ്ടെത്താൻ സാധിക്കും. ജോലി തിരക്കുകൾക്കിടയിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയാത്തവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. പ്രിയപ്പെട്ടവരോടൊപ്പം യാത്രകൾ പോകാനും ഭക്ഷണം കഴിക്കാനും പരസ്പരം സന്തോഷം പങ്കുവയ്ക്കാനും നിങ്ങൾ സമയം കണ്ടെത്തും. ഇത്തരം യാത്രകൾ നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും. ഇടവൻ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ മാർച്ച് 11 മുതൽ ഈ അവസ്ഥാവിശേഷം പൂർണ്ണമായും മാറുകയാണ്. പഠിക്കാനിരിക്കുമ്പോൾ മനസ്സ് എങ്ങോട്ടൊക്കെയോ അലഞ്ഞു തിരിയുന്ന അവസ്ഥ ഇനിയുണ്ടാവില്ല. വളരെ കൃത്യമായി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സങ്കീർണമായ കാര്യങ്ങൾ പോലും വളരെ ലളിതമായി മനസ്സിലാക്കുവാനുള്ള ബുദ്ധിവൈഭവം വ്യാഴ ഭഗവാൻ നിങ്ങൾക്ക് നൽകും. ഇതിനു മുമ്പ് കടുപ്പമേറിയതെന്ന് കരുതി മാറ്റിവെച്ച പാഠഭാഗങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തീർക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിലെ വിജയം, PSC, UPSC, നീറ്റ് അല്ലെങ്കിൽ പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ കാലയളവ് വളരെ നിർണായകമാണ്. നിങ്ങളുടെ അധ്വാനത്തിന് കൃത്യമായ ഫലം ലഭിക്കും. പരീക്ഷാ ഹാളിൽ അനാവശ്യമായ ടെൻഷനില്ലാതെ ചോദ്യങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. മികച്ച റാങ്കുകൾ നേടാനും ആഗ്രഹിച്ച സ്ഥാപനത്തിൽ അഡ്മിഷൻ നേടാനും ഈ സമയം സഹായിക്കും. വിദേശ രാജ്യങ്ങളിൽ പോയി ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. അധ്യാപകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും നിങ്ങൾക്ക് വലിയ പിന്തുണയും ശരിയായ മാർഗനിർദ്ദേശങ്ങളും ലഭിക്കും. ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനും ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാനും സഹായിക്കുന്ന ഒരു വലിയ കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. ജ്യോതിഷമെന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിവിളക്ക് മാത്രമാണ്. വഴിയിലെ തടസ്സങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനും അവയെ മറികടക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു. എന്നാൽ ആ പാതയിലൂടെ നടന്ന് ലക്ഷ്യസ്ഥാനത്തെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഗ്രഹനില അനുകൂലമാകുമ്പോൾ നമ്മൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകണം. കാരണം ഭാഗ്യവും കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അനുഭവങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക.
ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരിയോ.